നമസ്കാരം. മുണ്ടക്കൈ ചുരുൾമല ടൗൺഷിപ്പ് പദ്ധതി 6 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് സർക്കാർ. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചുരുൾമല ടൗൺഷിപ്പ് പദ്ധതി 6 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. മാതൃകാ വീടുകളുടെ നിർമ്മാണം 1 മാസത്തിനകം പൂർത്തിയാക്കണമെന്നും മന്ത്രി. ടൗൺഷിപ്പ് പദ്ധതി പ്രദേശം മന്ത്രി സന്ദർശിച്ചു. വയനാട് കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക് യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിക്കായി കൽപ്പറ്റയിൽ ഭൂമി ഏറ്റെടുത്തു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാട്ടിലെ കർഷകർക്കുൾപ്പെടെ നേട്ടമാകുമെന്ന് മന്ത്രി പി രാജീവ്. താമരശ്ശേരി ചുരത്തിൽ പാറകളും മണ്ണും ഇടിഞ്ഞു വീണു. റോഡിലേക്ക് പാറക്കഷ്ണങ്ങളും മണ്ണും ഇടിഞ്ഞു വീണത് മഴ പോലുമില്ലാത്ത സമയത്ത്. അപകട സമയത്ത് വാഹനങ്ങൾ കടന്നു പോകാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശനം സമാപിച്ചു. ജനകീയ സർക്കാരിന്റെ മികവിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് പ്രദർശനമേളയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തിയതിലൂടെ വ്യക്തമാകുന്നതെന്ന് മന്ത്രി പി രാജീവ്. വിശദമായ വാർത്തകളിലേക്ക്. മുണ്ടക്കൈ ചുരുൾമല ടൗൺഷിപ്പ് പദ്ധതി 6 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. കൽപ്പറ്റയിൽ ടൗൺഷിപ്പ് പദ്ധതി പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃകാ വീടുകളുടെ നിർമ്മാണം 1 മാസത്തിനകം പൂർത്തിയാക്കും. ദുരന്തബാധിതർ പദ്ധതി പ്രദേശം സന്ദർശിച്ച് നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുന്നത് സർക്കാരിലുള്ള വിശ്വാസത്തിന്റെ തെളിവെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ 9:30ഓടെയാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കൽപ്പറ്റയിലെ പദ്ധതി പ്രദേശം സന്ദർശിച്ചത്. നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തിട്ടുള്ള ഊരാളുങ്കൽ അധികൃതരുമായി സംസാരിച്ച അദ്ദേഹം പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഗുണമേന്മയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. 6 മാസത്തിനകം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വീടുകൾ ദുരന്തബാധിതർക്ക് കൈമാറുമെന്ന് മന്ത്രി പറഞ്ഞു. 1 മാസത്തിനകം മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. നമ്മൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന വേഗതയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ മോഡൽ ഹൗസിൻ്റെ നിർമ്മാണം 1 മാസം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റ് വീടുകളുടെ അടിത്തറ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതൊരു 6 മാസം കൊണ്ട് വീടുകൾ പൂർത്തീകരിച്ച് കൈമാറുക എന്ന രൂപത്തിലാണ് പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴയ്ക്ക് മുൻപ് തന്നെ റോഡുകളുടെ നിർമ്മാണവും ആരംഭിക്കും. 12 കിലോമീറ്റർ റോഡ് നിർമ്മിക്കേണ്ടതുണ്ട്. 150 വീടുകൾ അടങ്ങുന്ന വ്യത്യസ്ത സോണുകൾ തിരിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. വയനാട് കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക് യാഥാർത്ഥ്യത്തിലേക്ക്. പദ്ധതിക്കായി കൽപ്പറ്റയിൽ ഭൂമി ഏറ്റെടുത്തതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. വെള്ളാനംകുന്ന് പുഴമുടിക്ക് സമീപമാണ് 29 ഏക്കർ സ്ഥലം ഏറ്റെടുത്തത്. പദ്ധതി പ്രദേശം മന്ത്രി സന്ദർശിച്ചു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാട്ടിലെ കർഷകർക്കുൾപ്പെടെ നേട്ടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ടൂറിസം മേഖലയ്ക്കും സഹായകരമാകും. വയനാട് വ്യവസായങ്ങൾക്ക് സൗഹൃദമല്ലെന്ന് തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ അതെല്ലാം മാറുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഭൂമി ഏറ്റെടുപ്പിലെ സാങ്കേതിക പ്രശ്നം കാരണം നീണ്ടുപോവുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഇന്റർനാഷണൽ കാർബൺ കോൺഫറൻസിൽ ഇവിടെ നിന്നൊരു ST കർഷകൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. ഇനി അതിൻ്റെ മറ്റു രൂപത്തിലുള്ള സൊസൈറ്റി, അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രൂപീകരണം നടക്കുകയാണ്. അതിവേഗത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥലവും ഇന്ന് സന്ദർശിക്കുന്നുണ്ട്. വയനാട് സാധാരണ വ്യവസായങ്ങളുടെ ഒരു ഇടത്തിൽ കണക്കാക്കാറില്ല. എന്നാൽ പുതിയ സംരംഭങ്ങൾ നിരവധി ഇവിടെ വരുന്നുണ്ട്. അതിൽ ചില സംരംഭങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയ്ക്ക് പ്രത്യേകം നന്ദി. താമരശ്ശേരി ചുരത്തിൽ പാറകളും മണ്ണും ഇടിഞ്ഞു വീണു. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. മഴ പോലും പെയ്യാതിരുന്ന സമയത്താണ് റോഡിലേക്ക് പാറക്കഷ്ണങ്ങളും മണ്ണും ഇടിഞ്ഞു വീണത്. 8ാം വളവിന് സമീപമായിരുന്നു അപകടം. അപകട സമയത്ത് വാഹനങ്ങൾ കടന്നു പോകാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. അപകടത്തെ തുടർന്ന് അരമണിക്കൂർ നേരം ഗതാഗത തടസ്സം നേരിട്ടു. ചുരത്തിൽ സമാനമായ രീതിയിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശനം സമാപിച്ചു. സമാപന സമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ സർക്കാരിന്റെ മികവിന് ജനങ്ങൾ പൂർണ്ണതയുള്ള അംഗീകാരം നൽകിയതിന്റെ തെളിവാണ് പ്രദർശനമേളയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തിയതിലൂടെ വ്യക്തമാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വിവിധ സ്റ്റാളുകൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നിർവഹിച്ചു.
ഏപ്രിൽ 22 മുതൽ കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന എന്റെ കേരളം പ്രദർശനമേള സമാപിച്ചു. പ്രതികൂല സാഹചര്യങ്ങളിലും വൻ ജനപങ്കാളിത്തമായിരുന്നു മേളയ്ക്ക്. ആദ്യ ദിവസം മുതൽ തന്നെ മേള കാണാനായി ജനം ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. തീം സ്റ്റാളുകൾ, വിപണന സ്റ്റാളുകൾ, ഭക്ഷ്യമേള, എല്ലാ വിഭാഗം ആളുകളെയും ആകർഷിച്ച കലാപരിപാടികൾ, സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്ത സെമിനാറുകൾ എന്നിവ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് മേളയുടെ ഏകോപനം നിർവഹിച്ചത്. സമാപന സമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഏതെല്ലാം മേഖലയിലാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് യഥാർത്ഥത്തിൽ വലിയ പ്രദർശനങ്ങളൊന്നുമില്ലാതെ തന്നെ ജനങ്ങൾക്ക് അനുഭവേദ്യമാണ്. എന്നാൽ ഓരോ ഘട്ടത്തിലും വരുന്ന മാറ്റങ്ങൾ നമ്മൾ കൃത്യമായി തന്നെ ഡോക്യുമെന്റ് ചെയ്തു പോകേണ്ടതുണ്ട്. ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് 14 ജില്ലകളിലും ഇതുപോലെയുള്ള വിപുലമായ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും അതാത് ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരും ചേർന്ന് ഓരോ ജില്ലയിലും വിവിധ മേഖലകളിലുള്ള വ്യക്തിത്വങ്ങളുമായി വിപുലമായ ആശയവിനിമയം നടത്തുന്നുണ്ട്. മികച്ച സ്റ്റോളുകൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ബാണാസുര കാരാപ്പുഴ ജലസേചന പദ്ധതിയുടെ മാതൃക പ്രദർശിപ്പിച്ച് ജലവിഭവ വകുപ്പ്. എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് ജീവനക്കാർ തന്നെ തയ്യാറാക്കിയ പദ്ധതികളുടെ മാതൃക പ്രദർശിപ്പിച്ചത്. ബാണാസുര സാഗർ ഡിവിഷൻ ഓഫീസിലെ ജീവനക്കാരാണ് ആശയത്തിന് പിന്നിൽ. പുൽപ്പള്ളിയിലെ നിർദ്ദിഷ്ട കടമാൻതോട് പദ്ധതിയുടെ രൂപരേഖയും പ്രദർശിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ വലിയ ജലസേചന പദ്ധതികളാണ് ബാണാസുര സാഗറും കാരാപ്പുഴ അണക്കെട്ടും. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച 2 പദ്ധതികളും പരിചയപ്പെടുത്തുകയാണ് ജലവിഭവ വകുപ്പ്. നമ്മളൊരു ഡാമിൻ്റെ ഒരു രൂപം, ഒരു 3D ഇമേജാണ്, ഒരു ലൈവായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. ഡാം ചെയ്തു, ഡാമിൽ നിന്ന് കനാലിൽ വെള്ളമെടുത്ത്, സ്റ്റില്ലിംഗ് പൂളിൽ നിന്ന് വെള്ളമെടുത്ത് കനാലിൽ കൂടെ കൊണ്ടുപോയിട്ട് ഫീൽഡിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. ജലസേചന പദ്ധതിയിലെ ജീവനക്കാർ തന്നെയാണ് മാതൃക പൂർത്തിയാക്കിയത്. ബാണാസുര സാഗർ ഡിവിഷൻ ഓഫീസിലെ ജീവനക്കാരനായ ക്ലിൻസ് ഡൊമിനിക് മോഡൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ V. സന്ദീപ് സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകി. മുള്ളൻകൊല്ലി, പുൽപ്പള്ളി, പൂതാടി ഗ്രാമപഞ്ചായത്തുകളിലെ നിർദ്ദിഷ്ട കടമാൻതോട് പദ്ധതിയുടെ മാതൃകയും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. കാവേരി ഇൻവെസ്റ്റിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കടമാൻതോട് പ്രോജക്റ്റിൻ്റെ കോണ്ടൂർ സർവേ ചെയ്തതിൻ്റെ, ലേഡർ സർവേ ചെയ്തതിൻ്റെ ഒരു 3D ഇമേജാണ്, രൂപമാണ് ഇവിടെ ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് അതിൻ്റെ ഹൈറ്റ് കിട്ടും. അവിടുത്തെ ആക്ച്വൽ ഹൈറ്റാണ് സംഭവം. 10 മീറ്റർ ഇൻ്റർവെല്ലുള്ള കോണ്ടൂർ മാപ്പിംഗ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പ്രദർശനമേളയിലെ ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന സ്റ്റാളുകളിൽ ഒന്നായിരുന്നു ജലവിഭവ വകുപ്പിന്റേത്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ഗസലിന്റെ മാന്ത്രികതയിൽ അലിഞ്ഞു ചേർന്ന് തൂവൽ മേള. പ്രശസ്ത ഗസൽ ഗായകൻ റാസയാണ് ഗസൽ അവതരിപ്പിച്ചത്. ഇന്ദുചൂടൻ ഫൗണ്ടേഷനും ഞാറ്റുവേലയും സംയുക്തമായി കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച വയനാടൻ തൂവൽ മേളയുടെ സമാപന വേദിയിലാണ് ഗസൽ അവതരിപ്പിച്ചത്. അഞ്ച് ദിവസമായി കൽപ്പറ്റ SKMJ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന വയനാടൻ തൂവൽ മേളയുടെ സമാപനത്തിന്റെ ഭാഗമായാണ് പ്രശസ്ത ഗസൽ ഗായകൻ റാസ ഗസൽ അവതരിപ്പിച്ചത്. ശ്രുതിമാധുര്യമുള്ള ഗാനങ്ങളിലൂടെ റാസ മിനിറ്റുകൾക്കകം തന്നെ സദസ്സിനെ കയ്യിലെടുത്തു. പിന്നീട് ജനപ്രിയ ഗസൽ ഗാനങ്ങളുടെ വരവായിരുന്നു. പ്രണയത്തെക്കുറിച്ചുള്ള തന്റെ സ്വന്തം ഗാനവും റാസ വേദിയിൽ അവതരിപ്പിച്ചു. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാക്കും, നീ എങ്ങനെ തുണയാക്കും, നീ എങ്ങനെ മരമാക്കും, നീയില്ലെങ്കിൽ ഞാൻ എങ്ങനെ മഴയാക്കും, ഞാൻ എങ്ങനെ നിഴലാക്കും, ഞാൻ എങ്ങനെ ഞാനാക്കും. 2 മണിക്കൂർ നേരം നീണ്ടുനിന്ന ഗസലിൽ സദസ്സ് ലയിച്ചു ചേരുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു ഭാഗത്ത് യുവഗായകർ
തകർപ്പൻ പാട്ടുകളുമായി രംഗം കീഴടക്കിയപ്പോൾ മറുഭാഗത്ത് ശാന്തവും വർണ്ണനയുമുള്ള വരികളിലൂടെ ഗസൽ അവതരിപ്പിച്ച് റാസ സദസ്സിലെ മുഴുവൻ ആളുകളുടെയും മനം കവർന്നു. ഇന്ദുചൂടൻ ഫൗണ്ടേഷനും ഞാറ്റുവേല കൂട്ടായ്മയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. വാർത്തകളിലേക്ക്. ജനകീയ ആവശ്യങ്ങൾക്ക് രാഷ്ട്രീയം നോക്കാതെ പ്രവർത്തിക്കും മന്ത്രി PA മുഹമ്മദ് റിയാസ്. അതോടൊപ്പം പൊതുജനങ്ങളും ഭരണ സംവിധാനങ്ങളോടൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച മീനങ്ങാടി മലക്കാട് കല്ലുപാടി റോഡ് നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മീനങ്ങാടിയിൽ നിന്നും വാഴവറ്റ മേപ്പാടി പ്രദേശങ്ങളിലേക്കും കാരാപ്പുഴ ടൂറിസം ഡെസ്റ്റിനേഷനിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ വഴിയൊരുക്കിയാണ് BM&BC നിലവാരത്തിൽ റോഡ് നവീകരണം പൂർത്തിയാക്കിയത്. കൽപ്പറ്റ ബത്തേരി നിയോജക മണ്ഡലങ്ങളിലൂടെയും മുട്ടിൽ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തുകളിലൂടെയും കടന്നുപോകുന്ന റോഡിന് 2023-24 വർഷത്തെ പദ്ധതിയിൽ 6 കോടി രൂപയാണ് ചെലവഴിച്ചത്. പശ്ചാത്തല വികസന മേഖലയിൽ ജില്ലയ്ക്ക് പ്രധാന പരിഗണന നൽകിയാണ് ഗവൺമെന്റ് മുന്നേറുന്നതെന്നും നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സർക്കാർ പ്രത്യേക പരിഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. വികസനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നാടിന്റെ നന്മക്കും നാടിന്റെ പുരോഗതിക്കും ഗുണമാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അതിനുവേണ്ടി എന്ത് ശ്രമം ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ ഗവൺമെന്റ് ഈ 2 വകുപ്പിലെ മന്ത്രി എന്നുള്ള നിലയിൽ തയ്യാറാണെന്ന് ഞങ്ങളോട് പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തുരങ്കപാത, ചുരത്തിൽ റോപ്പ്വേ, ദേശീയപാത വികസനം, ചുരം 3 വളവുകൾ, വീതികൂട്ടൽ തുടങ്ങിയ വയനാടിന്റെ വികസനത്തിനായുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ ആദ്യഘട്ട നടപടികൾ പുരോഗമിക്കുകയാണെന്നും അതിനുവേണ്ടി മറ്റെല്ലാ കാര്യങ്ങളും മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മന്ത്രി പറഞ്ഞു. MLA-മാരായ IC ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് T സിദ്ദീഖ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C അസൈനാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു. മലനാട് ന്യൂസ്, മീനങ്ങാടി. വൈത്തിരിക്ക് സമീപം ചേലോട് റോഡരികിൽ നിർത്തിയിട്ട ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ പാടികളുടെ മുൻപിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. CNG കയറ്റാനായി സിലിണ്ടറുമായി പോവുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ഡ്രൈവർ റോഡരികിൽ നിർത്തിയിട്ട് ചായ കുടിക്കാനായി ഇറങ്ങിയതായിരുന്നു. ഇതിനിടയിൽ വാഹനം തനിയെ നിരങ്ങി നീങ്ങി മറിഞ്ഞു. അപകട സമയം സ്ഥലത്ത് ആരും തന്നെ ഇല്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. കുട്ടികൾ കളിക്കുന്ന മുറ്റത്തേക്കാണ് ലോറി മറിഞ്ഞത്. വാഹനത്തിൽ CNG ഇല്ലാതിരുന്നതും ആശ്വാസകരമായി. സുൽത്താൻ ബത്തേരി ടൗൺ നിവാസികൾക്ക് കാവലായി കുങ്കിയാനകളെത്തി. കഴിഞ്ഞ ദിവസം കാട്ടാനകൾ മതിൽ പൊളിച്ചെത്തി ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ KSRTC പരിസരത്താണ് കുങ്കിയാനകൾ കാവൽ നിൽക്കുന്നത്. കുങ്കികൾ എത്തിയതോടെ കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങാറില്ലെന്നും ശാശ്വത പരിഹാരം എന്ന നിലയിൽ പ്രദേശത്ത് കൽമതിൽ തീർക്കണമെന്നും നാട്ടുകാർ. ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനിറങ്ങി ജനങ്ങൾക്ക് ഭീഷണിയാവുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്ത KSRTC ഡിപ്പോയ്ക്ക് സമീപമുള്ള കാരാപ്പുഴ ക്വാർട്ടേഴ്സ് വളപ്പിലാണ് കുങ്കിയാനകളെ എത്തിച്ചിരിക്കുന്നത്. ഇതുവഴിയാണ് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ കാട്ടാനകൾ മതിൽ പൊളിച്ച് ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തിയത്. മുത്തങ്ങ ആനപ്പന്തിയിലെ കുങ്കിയാനകളായ സുരേന്ദ്രൻ, പ്രമുഖ എന്നിവയെയാണ് കാട്ടാനകൾ എത്തുന്നത് തടയാനായി കാരാപ്പുഴ ക്വാർട്ടേഴ്സ് വളപ്പിൽ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി കുങ്കിയാനകൾ ഇവിടെ നിലയുറപ്പിച്ചതോടെ കാട്ടാനകൾ ഇതുവഴി എത്തുന്നില്ല. പക്ഷേ കുങ്കിയാനകളെ വെച്ചുള്ള പ്രതിരോധം എത്ര നാൾ തുടരാനാകുമെന്നതിൽ നാട്ടുകാരിൽ ആശങ്കയുമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആനശല്യം അല്പം സമാധാനമുണ്ട്. കുങ്കിയാനകളടക്കമുള്ള ഫോറസ്റ്റ് വാച്ചേഴ്സ് ഇവിടെ 24 മണിക്കൂറും പറവ് ഏർപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ആനയിപ്പം ഇങ്ങോട്ട് കിടക്കാത്തത്. ഇവർ പറയുന്നത് ടെൻഡറായിട്ടുണ്ടെന്നാണ് മതിൽ. പക്ഷെ അടിയന്തരമായിട്ട് പൂർത്തീകരിക്കാനുള്ള നടപടി ഉണ്ടാവണം. അതിൻ്റെ എഗ്രിമെൻ്റ് ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുങ്കിയാനെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാവൽ ശാശ്വതമാണ് എന്ന് നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഇവരേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. ഈ സാഹചര്യത്തിൽ പ്രദേശത്ത് കാട്ടാന ഇറങ്ങുന്നത് തടയുന്നതിനായി ശാശ്വത പരിഹാരമെന്ന നിലയിൽ വനാതിർത്തിയോട് ചേർന്ന് കൽമതിലടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. മീനങ്ങാടി മൈലമ്പാടി ഗ്രാമവാസികൾ വേറിട്ടൊരു ഉല്ലാസയാത്ര പോയി. തങ്ങളുടെ നാട്ടിലൂടെ ഓടുന്ന KSRTC ഗ്രാമവണ്ടിയാണ് അവർ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത്. കുറഞ്ഞ ചിലവിൽ സംഘടിപ്പിച്ച വൺഡേ ട്രിപ്പിൽ ആസ്വദിക്കാൻ ഏറെയുണ്ടായിരുന്നു. സുൽത്താൻ ബത്തേരി, ബീനാച്ചി, പുല്ലുമല, മൈലമ്പാടി വഴി മീനങ്ങാടിയിലേക്ക് പോകുന്ന KSRTC ഗ്രാമവണ്ടിയുടെ റൂട്ടിൽ ചെറിയൊരു ചേഞ്ച്. താമരശ്ശേരി ചുരമിറങ്ങി കാപ്പാട് വഴി അകലാപ്പുഴയിലേക്കാണ് ഇന്നത്തെ യാത്ര. റൂട്ട് മാറ്റിയെങ്കിലും യാത്രക്കാരെല്ലാവരും പതിവ് ടീംസ് തന്നെ. മൈലമ്പാടി ഗ്രാമവാസികൾ ചേർന്ന് ഒരു വിനോദയാത്ര പ്ലാൻ ചെയ്തപ്പോൾ
വാഹനത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. പൊതുഗതാഗത സൗകര്യം തീരെ കുറവായിരുന്ന കാലത്ത് നാടിനു വേണ്ടി സർവീസ് ആരംഭിച്ച ആനവണ്ടിയെ അവർ മറന്നില്ല. KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൽ ബന്ധപ്പെട്ടപ്പോൾ വൺ ഡേ ട്രിപ്പിനുള്ള കിടിലൻ ഒരു പാക്കേജും കിട്ടി. ഞായറാഴ്ച രാവിലെ തങ്ങളുടെ സ്വന്തം ഗ്രാമവണ്ടിയിൽ അവർ ചുരമിറങ്ങി. അകലാപ്പുഴയിൽ ബോട്ടിങ്ങും പരിസരത്തെ മറ്റ് കാഴ്ചകളും കണ്ട് കാപ്പാട് ബീച്ചിലെ മുങ്ങിക്കുളിയും കഴിഞ്ഞ് തിരികെ വയനാട്ടിലേക്ക്. ആട്ടവും പാട്ടുമൊക്കെയായി കുടുംബസമേതമുള്ള യാത്രയിൽ യാത്രക്കാരെ സഹായിക്കാൻ KSRTCയിലെ പരിചയസമ്പന്നനായ കണ്ടക്ടർ കൃഷ്ണകുമാറും ഒപ്പം കൂടി. പിന്നെ ഒരു ഗ്രാമത്തിന്റെ ഈ ഒരു കൂട്ടായ്മയിൽ വലിയ സന്തോഷം തോന്നുന്നു. കാരണം ഒരു വണ്ടിയുടെ ഭാഗമായി ഇത്തരം ഒരു കൂട്ടായ്മ ഉണ്ടായതും അതും നമ്മുടെ ഈ വണ്ടിയിൽ തന്നെ ഒരു യാത്ര സംഘടിപ്പിക്കാൻ വലിയ സന്തോഷമുണ്ട്. ഇനി നമ്മുടെ യാത്രയെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിലെ എന്റെയും നിങ്ങളുടെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ യാത്രകളും നമുക്ക് ഓരോ അനുഭവമാണ്. ഈ ഒരു യാത്രയും നല്ല ഒരു അനുഭവമാക്കി മാറ്റാൻ എല്ലാവരും നന്നായി സഹകരിക്കുക. നമ്മൾ ഒരു ഉല്ലാസയാത്രയാകുമ്പോൾ അതൊന്നും നല്ല മറക്കാനാവാത്ത നല്ലൊരു അനുഭവമായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ 30 പേരാണെങ്കിലും ഒരു 300 പേർക്ക് തുല്യമായി നമ്മളെല്ലാവരും നല്ല ആക്റ്റീവായി ഇപ്പോൾ കാണുന്ന അതേ ഉത്സാഹം. ആളൊന്നിന് 970 രൂപ. വണ്ടിക്കൂലിയും 3 നേരത്തെ ഭക്ഷണവും എൻട്രി ഫീസും ഉൾപ്പെടെ എല്ലാ ചിലവും ഇതിലുൾപ്പെടും. കുടുംബസമേതം ആസ്വദിക്കാവുന്ന കീശ കാലിയാക്കാത്ത ഒരു കിടിലൻ പാക്കേജ്. രാവിലെ 7-ന് മൈലമ്പാടിയിൽ നിന്ന് പുറപ്പെട്ട യാത്ര 9:30-ക്ക് തിരിച്ചെത്തി. ഗ്രാമവണ്ടിയിൽ എന്നു പേരിട്ട ഉല്ലാസയാത്ര മറക്കാനാകാത്ത നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചാണ് മടങ്ങിയെത്തിയത്. നാസർ കാക്കവയൽ, മലനാട് ന്യൂസ്, മീനങ്ങാടി. മേപ്പാടി ചുരൽമല റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ മേപ്പാടി ചുരൽമല ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി പ്രവൃത്തി ചുമതലയേറ്റ് 2 വർഷങ്ങളായിട്ടും പണി പാതി വഴിയിലാണെന്ന് സമരസമിതി ഭാരവാഹികൾ. പ്രവൃത്തി എത്രയും വേഗം നടത്താമെന്ന ഉറപ്പിന്മേലാണ് റോഡ് ഉപരോധം അവസാനിച്ചത്. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ പണി പുനരാരംഭിച്ച മേപ്പാടി ചുരൽമല റോഡ് പ്രവൃത്തി വീണ്ടും പ്രതിസന്ധിയിൽ. 2025 മെയ് 30-നുള്ളിൽ റോഡ് നവീകരണം പൂർത്തീകരിക്കുമെന്ന ഉറപ്പോടുകൂടിയായിരുന്നു ഊരാളുങ്കൽ സൊസൈറ്റി അധികൃതർ പ്രവർത്തികൾ ആരംഭിച്ചത്. നിരവധി ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിലായിരുന്നു റോഡ് പ്രവർത്തികൾ വീണ്ടും ആരംഭിച്ചത്. തുടക്കത്തിൽ കാണിച്ച ആവേശമൊന്നും സൊസൈറ്റി കാണിക്കുന്നില്ല എന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. അടിയന്തരമായി വിഷയത്തിൽ പരിഹാരമുണ്ടാവണം. റോഡ് പണി എന്ന് തീരുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവണം. റോഡ് പണിക്ക് ഇവിടെ നിർത്തിയിരുന്ന പണിക്കാരെ ഓരോ ദിവസവും ഊരാളുങ്കൽ സൊസൈറ്റി ഇവിടുന്ന് പിൻവലിക്കുന്ന ഒരു സാഹചര്യം മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത്. അത് അനുവദിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ റോഡ് എന്നുള്ള ഞങ്ങളുടെ മൗലികമായ അവകാശത്തെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് അംഗീകരിച്ച് കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും. പ്രവൃത്തി ഇങ്ങനെ നീങ്ങിയാൽ 2026 ആയാലും തീരില്ല എന്നാണ് ആക്ഷേപം. പ്രവൃത്തി പാതി വഴിയിലായതിനാൽ പൊടിശല്യവും മൂലം യാത്ര ചെയ്യാൻ വളരെ പ്രയാസപ്പെടുകയാണ്. മഴക്കാലമാകുന്നതോടെ ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാകും. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ മേപ്പാടി ചുരൽമല ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചത്. രാവിലെ 10 മണിയോടെയായിരുന്നു ഉപരോധം. സമരക്കാരുമായി പോലീസ് വാക്കുതർക്കമുണ്ടായി. പിന്നീട് ഊരാളുങ്കൽ സൊസൈറ്റി അധികൃതരും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയതിനു ശേഷം റോഡ് പണി എത്രയും വേഗം തീർക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകി. തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. മലനാട് ന്യൂസ്, മേപ്പാടി. നൂൽപ്പുഴയിലെ വനഗ്രാമമായ കുമഴിയിലെ പുനരധിവാസത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന ആവശ്യവുമായി കർഷക സംഘം രംഗത്ത്. ഈ ആവശ്യമുന്നയിച്ച് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മുത്തങ്ങ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും നടത്തി. പദ്ധതിയിൽ എല്ലാ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തണമെന്നും ബാഹ്യ ഇടപെടലുകൾ ഒഴിവാക്കി പദ്ധതി വേഗത്തിലാക്കണമെന്നും ആവശ്യം. വനഗ്രാമമായ കുമഴിയിലെ പുനരധിവാസ പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കണമെന്നും പദ്ധതി വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുത്തങ്ങ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഗ്രാമത്തിലെ 28 കുടുംബങ്ങളാണ് നിലവിൽ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നാൽ യോഗ്യരായ 12 കുടുംബങ്ങളെ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് കർഷക സംഘം ഉന്നയിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വയം പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആളുകളിൽ നിന്ന് അപേക്ഷ വാങ്ങും.
ആ അപേക്ഷയിൽ ഗുണഭോക്താക്കളെ ആകെ ഒരു പ്രദേശത്ത് ഒരു യൂണിറ്റായി കണ്ട് ആ വിഷയം പരിഹരിക്കുക എന്ന നിലപാട് പലപ്പോഴും സ്വീകരിക്കാറില്ല. അതിനകത്ത് മനുഷ്യത്വ വിരുദ്ധമായ ഒട്ടേറെ നടപടികൾ സ്വീകരിക്കാറുണ്ട് താനും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിൽ ഭൂമിയും വീടുമുള്ള ഈ കുടുംബങ്ങൾ വിദ്യാർത്ഥികളുടെ പഠനാവശ്യങ്ങൾക്കും ആശുപത്രി, തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്കുമായി പുറത്ത് താമസിക്കുകയാണ്. ഈ കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തിയും ബാഹ്യ ഇടപെടലുകൾ ഒഴിവാക്കിയും പദ്ധതി വേഗത്തിലാക്കണമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെടുന്നു. പ്രതിഷേധ പരിപാടി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് AV ജയൻ ഉദ്ഘാടനം ചെയ്തു. മലനാട് ന്യൂസ്, ബത്തേരി. വയനാട് വന്യജീവി സങ്കേതത്തിൽ വെള്ള നിറത്തിലുള്ള മാൻകുഞ്ഞിനെ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കുറിച്യാട് റേഞ്ചിൽപ്പെടുന്ന വടക്കനാട് പച്ചാടി വനഭാഗത്ത് താമരക്കുളത്തിന് സമീപത്താണ് വെള്ള നിറത്തിലുള്ള മാൻകുഞ്ഞിനെ നാട്ടുകാർ കണ്ടത്. ഇതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ആദ്യമായാണ് വെള്ള നിറത്തിലുള്ള മാൻകുഞ്ഞിനെ കാണുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. ഇതുവഴി പോയ പ്രദേശവാസിയാണ് വെള്ളമാനിന്റെ ദൃശ്യം പകർത്തിയത്. ഇനി ബിസിനസ് മലനാട്. സ്വർണം പവന് 71,520 രൂപ, വെള്ളി ഗ്രാമിന് 111 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടക്കൈ ചുരുൾമല ടൗൺഷിപ്പ് പദ്ധതി 6 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. മാതൃകാ വീടുകളുടെ നിർമ്മാണം 1 മാസത്തിനകം പൂർത്തിയാക്കണമെന്നും മന്ത്രി. ടൗൺഷിപ്പ് പദ്ധതി പ്രദേശം മന്ത്രി സന്ദർശിച്ചു. വയനാട് കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക് യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിക്കായി കൽപ്പറ്റയിൽ ഭൂമി ഏറ്റെടുത്തു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാട്ടിലെ കർഷകർക്കുൾപ്പെടെ നേട്ടമാകുമെന്ന് മന്ത്രി P. രാജീവ്. താമരശ്ശേരി ചുരത്തിൽ പാറകളും മണ്ണും ഇടിഞ്ഞു വീണു. റോഡിലേക്ക് പാറക്കഷ്ണങ്ങളും മണ്ണും ഇടിഞ്ഞു വീണത് മഴ പോലുമില്ലാത്ത സമയത്ത്. അപകട സമയത്ത് വാഹനങ്ങൾ കടന്നുപോകാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശനം സമാപിച്ചു. ജനകീയ സർക്കാരിന്റെ മികവിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് പ്രദർശനമേളയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തിയതിലൂടെ വ്യക്തമാകുന്നതെന്ന് മന്ത്രി P. രാജീവ്. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു.